ചൂട്. പാവങ്ങള് ക്ഷീണിച്ചു വന്നേക്കല്ലേ. എന്നാ കുടിക്കി. നീയാള് കൊള്ളാലോ. സൂപ്പർ മോനെ സൂപ്പർ. സാറാ ക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരാള് വന്നു. എന്താ പറഞ്ഞ? വേണമെങ്കിൽ ബോണറ്റ് വെക്കാന്ന് പറഞ്ഞു. ബോണറ്റ് അല്ല, ഡോണറ്റ്. ബോണറ്റ് വെക്കാൻ ഇതെന്താ കാർ വർക്ക്ഷോപ്പോ? അയ്യ, എന്തൊരു തമാശ, എന്തൊരു തമാശ. ഡാടാ ഊതല്ലേ. ഞാൻ ഊതില്ല. ഞാൻ ഊതിയ പാറു പറന്നു പോവാന്നേ ഉള്ളൂന്ന് എനിക്കറിയാലോ. അത് കലക്കി. ഞാൻ സാറേ ഊതില്ല. അതേതാ? കരിങ്കല്ലൊക്കെ കാറ്റടിച്ചോലും പറ്റും. ഇല്ല. അത് കലക്കി. ആ മതി മതി. ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചേ. പാറു അതും കൂടെ കൊടുക്ക്. ഇതെന്താ ഈ കട മൊത്തം അങ്ങോട്ട് മേടിച്ചോ? ഇല്ല, കടയുടെ കാൽഭാഗം ബാക്കി ഇരിപ്പുണ്ട്. നിന്ന് ചിലക്കാതെ അകത്ത് വല്ല പണിയുണ്ടെങ്കിൽ നോക്ക്. ഊവേ. പാവം, അവൻ ഇത്രയും വഴക്ക് പറയണ്ടായിരുന്നു നീ. ഓ, ജ്യൂസ് കൊണ്ട് തന്നോണ്ടായിരിക്കും. അല്ല, നീ പറയുന്ന കേട്ട് തിരിച്ചൊന്നും പറയാതെ പോകുന്ന കണ്ടിട്ടാ. സാറേ പാറു. അയ്യോ, ഇതുണ്ടോ? എന്ത്? ഇത് ആരുടെ പാസാ? എനിക്കൊന്നും അറിയില്ല. നിങ്ങളിവിടുന്ന ബാഗിൽ കിടന്നിരുന്ന അതൊന്നുമല്ല ഇപ്പൊ പ്രശ്നം. കർത്താവേ, പൈസ. അതിനകത്ത് വല്ല ഐഡി കാർഡോ അഡ്രസ്സോ ഉണ്ടോ നോക്കടാ. ഇതില് ഒന്നുമില്ല. ഇതില് കുറച്ച് വിസിറ്റിംഗ് കാർഡും കുറച്ച് പൈസയാ. ഇതെങ്ങനെ അതിനകത്ത് വന്നു? എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ സത്യം പറയടാ, നീ വല്ലയിടത്തുനിന്ന് മോഷ്ടിച്ചു കൊണ്ടെന്നാണോ? ആ, ഞാൻ മോഷ്ടിച്ചു കൊണ്ടെന്നാ. എനിക്കിപ്പോ അതല്ലേ പണി. എന്നാലും ഇതെങ്ങനെ അതിന്റെ അകത്ത് വന്നു? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ ചെയ്യുന്ന ഒരു സാധാരണ ജോലി പോലെ ഉണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. എടാ, നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓഫീസിൽ നിന്നും അസൈൻമെന്റുകൾ കിട്ടുന്നത്. അത് നമ്മളൊരു സാധാരണ വർക്കായിട്ടാ കാണുന്നത്. അതാ പ്രശ്നം. പിന്നെ തിരക്ക് പിടിച്ച് ഓടിച്ചെന്നതെല്ലാം കവർ ചെയ്ത് ഓഫീസിൽ ഏൽപ്പിക്കാൻ ഒരു ഡെഡ് ലൈനും തന്നാല് ക്രിയേറ്റീവ് മൂഡ് സെറ്റ് ചെയ്യാൻ എവിടെയാ സമയം? അതാ പറഞ്ഞത്, ചെയ്യാൻ പോകുന്ന വർക്കിനൊരു ടൈമും സ്വന്തമായിട്ട് കുറച്ച് ഐഡിയാസും മനസ്സിൽ ചാർട്ട് ചെയ്യണം. ഒരു മുൻധാരണ ഉണ്ടെങ്കിൽ വർക്കിന്റെ സമയത്ത് ആ ക്രിയേറ്റീവ് ഐഡിയാസ് നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇതെല്ലാം നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ വേറെ വല്ല ജോലി നോക്കേണ്ടി വരും. നിന്റെ ഈ ആറ്റിറ്റ്യൂഡാ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. എന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തോളാം. ഇപ്പൊ നീ ഇവിടുത്തെ ബില്ല് സെറ്റിലേ, നമുക്ക് ഇറങ്ങാം. അതല്ലെങ്കിൽ ഞാൻ തന്നെയാണല്ലോ പേ ചെയ്യാറ്. ഇന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് കോഫി ഷോപ്പ് ഉള്ളവനാ ഇവിടെ ഇനി ബില്ല് സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ആ, സാലറി ഒന്ന് കിട്ടിക്കോട്ടെ. അതിനുവേണ്ടി നല്ലൊരു ട്രീറ്റ് ചെയ്യാൻ തരുന്നു. ടോണി, എന്താ? എടാ, രാവിലെ ഓഫീസിൽ വെച്ച് ജോബി എന്നോട് ഒരു 300 rupees ചോദിച്ചിരുന്നു. ചേഞ്ച് ഇല്ലാത്തോണ്ട് ഞാൻ അവന് 1000 രൂപ കൊടുത്തേ. ബാലൻസ് വാങ്ങിക്കാനും മറന്നുപോയി. അയ്യോ, എന്റെ ഒന്നുമില്ല. ഈശ്വരാ, പെട്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? മൊബൈൽ എടുക്കുമെന്ന് ചോദിച്ചാലോ? ഓടിയാലോ? അപ്പൊ അവര് പുറകെ വന്നാലോ? നമുക്ക് വേഗം ഓടാം. അവര് കാറോ ബൈക്കോ കൊണ്ടുവന്നാലോ? പിന്നെ ഒന്നും ചിന്തിക്കരുത്, നേരെ കാലിന് വേണ്ടി സമസ്താപരാധം പൊറുക്കണേ എന്ന് പറയാം. എനിക്ക് അത്യാവശ്യം കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എനിക്കാണെങ്കിൽ അതും അറിയാൻ പാടില്ല. സാറ് ഒരുപാട് തവണ പറഞ്ഞതാ എന്തേലും ഒരു ജോലി പഠിച്ചിരിക്കണോന്ന്. ഇപ്പോഴാ അതിന്റെ അർത്ഥം മനസ്സിലായത്. ഞാൻ ഒന്ന് ജോബിനെ വിളിച്ചു നോക്കട്ടെ. അധികം ദൂരമൊന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് വരാൻ പറയാം. ഹലോ, ജോബി എവിടെയാ? തിരിച്ചു വിളിക്കാട്ടോ. ഹലോ, എന്താ പറഞ്ഞേ? അവനൊരു ക്ലയന്റ് മീറ്റിംഗിലാ. റോയിച്ചൻ ആനത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ്, ചാർജ് ഇല്ല. ഒരു കാര്യം ചെയ്യും, നീ ആ നമ്പർ താ, ഞാൻ വിളിക്കാം. നമ്പർ എനിക്ക് കാണാൻ അറിയത്തില്ല. അപ്പൊ നമ്മള് ശരിക്കും ലോക്ക്ഡ് ആണല്ലേ? ശരിക്കും പെട്ട്. ഇനി എന്താ ചെയ്യാ? ഇത്രയും ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിലും നീ വായ നോക്കാൻ കാണിക്കുന്ന ഈ സിൻസിയറിറ്റി ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യും. വായ നോക്കിയതൊന്നുമല്ല, അതാണ് ചിഞ്ചു, എന്റെ ക്ലാസ്മേറ്റാ. അരവട്ട അല്ല മുഴുവട്ട. അതിന് അവള് വിചാരിച്ച ഇപ്പൊ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് മുഴുവൻ സഹിക്കേണ്ടി വരും. അത് സാരല്ല, നമുക്ക് ഡീൽ ചെയ്യാം. അവളെ വിളിക്കാം. വിളിക്കാനൊന്നുമില്ല, ഞാൻ വിളിച്ച അവൾ ഓടിച്ചാടി വരും. എന്നാ വിളിക്കടാ. വിളിക്കല്ലേ? ചിഞ്ചു,
അവൾ ഓടിച്ചാടി വരുന്നു പറഞ്ഞിട്ട് നിന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. നിനക്ക് ആള് മാറിയല്ലേ? ആള് മാറിയിട്ടൊന്നുമില്ല. ഏതൊറക്കത്തിലും ഞാൻ അവളെ തിരിച്ചറിയും. എന്തോ പ്രശ്നമുണ്ട്. ചെല്ലടാ, അവിടെ ചെന്ന് സംസാരിക്കുക. ചെന്ന് വിളിക്കല്ലേ? കർത്താവേ, കഷ്ടകാലത്തിന് ടിസ്റ്റാണല്ലോ. ശോ.